ആദ്യം ശ്രീ സേനാപതി വേണു, എങ്ങനെ കാണുന്നു ഈ പരാതിയെ? വെൽ ഡ്രാഫ്റ്റഡ് ആണോ? ഏത് നിലയിലാണ് നോക്കിക്കാണുന്നത്? ഇനിയും പരാതികൾ വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് അറിയുന്നത്. നോക്കൂ, ഇവിടെ ഇപ്പോ ഈ ആള് ഞങ്ങളുടെ പാർട്ടിയിലില്ല. ഇദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. അദ്ദേഹം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചു, MLA ആയി. ഇദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു. ആദ്യഘട്ടത്തിലൊക്കെ അതിൻ്റെ ഒരു നിജസ്ഥിതിയെക്കുറിച്ച് ബോധ്യമില്ലായിരുന്നു. ആരോപണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു. അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കി. ഇനി രാഷ്ട്രീയമായി അദ്ദേഹത്തിന് ഞങ്ങളുടെ പാർട്ടിയുമായി ഒരു ബന്ധമില്ല. ഇപ്പോൾ നൗ ഇറ്റ് ഈസ് എ ക്രിമിനൽ കേസ്. ഈസ് അറസ്റ്റഡ്, ഈസ് അണ്ടർ ജുഡീഷ്യൽ കസ്റ്റഡി. ഇനി ലെറ്റ് ദ പോലീസ് ടു ഇൻട്രോഗേറ്റ് ഹിം. ഇനി അവർ കുറ്റപത്രം സമർപ്പിക്കട്ടെ. ഇതിനകത്ത് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. ഇവിടെ മുമ്പ് അതിജീവിത സൂചിപ്പിച്ചതുപോലെ ഇയാൾ തെറ്റുകാരനായിട്ടുണ്ട് എങ്കിൽ നിശ്ചയമായും ആ തെറ്റ് അതിനുള്ള ശിക്ഷ. ഇനിയും ഒരു സംശയമുണ്ടോ സേനാപതി താങ്കൾക്ക്? സംശയമുണ്ടോ? തെറ്റുകാരനാണെങ്കിൽ പാർട്ടി നടപടിയെടുത്ത് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ താങ്കൾ വാക്കുകളിൽ ജാഗ്രത കാട്ടുന്നു. തെറ്റുകാരനാണെങ്കിൽ എന്ന്. അപ്പൊ പാർട്ടിക്ക് ബോധ്യപ്പെട്ടു, നേതാക്കൾക്ക് ബോധ്യപ്പെട്ടു, താങ്കൾക്ക് ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല. അല്ല, നോക്കൂ രേണു, ഞാൻ ബൈ ലാസ്റ്റ് 30 years ഐ എം പ്രാക്ടീസിങ് ആസ് എ ക്രിമിനൽ ലോയർ. ഞാനൊരു അഭിഭാഷകൻ എന്ന നിലയിലും കോൺഗ്രസിന്റെ വക്താവ് എന്ന നിലയിലുമാണ് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിയമത്തിന്റെ മുമ്പിൽ എന്താ പറഞ്ഞേ, അത് കസ്റ്റഡിയിലായിരിക്കുകയാണ്. ഇനി പോലീസ് അതിന്റെ തെളിവെടുപ്പ് മറ്റു കാര്യങ്ങളെല്ലാം. താങ്കൾ ഒരു അഭിഭാഷകനാണ്, പക്ഷേ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് വക്താവായാണ്. ഈ പരാതികൾക്ക് മുൻപ് തന്നെ കോൺഗ്രസ് കുറ്റക്കാരനെന്ന് കണ്ടെത്തി നടപടിയെടുത്ത വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അല്ല, കുറ്റക്കാരൻ എന്നുള്ളത് ഇപ്പോൾ അല്ലല്ലോ. ഇദ്ദേഹത്തിന്റെ പേരിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട സമയത്ത് തന്നെ അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇനി അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിയുമായി യാതൊരു വിധത്തിലുള്ള ബന്ധങ്ങളുമില്ല. അദ്ദേഹം ചെയ്തിരിക്കുന്ന ക്രിമിനൽ കുറ്റത്തിന് പറയാനുള്ളതെല്ലാം താൻ പറഞ്ഞു കഴിഞ്ഞു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. എടുക്കാനുള്ള നടപടികൾ എടുത്തു കഴിഞ്ഞു എന്ന് പറയുന്നു. പക്ഷേ താങ്കൾ ഈ പറയുന്ന പരാതി ലഭിച്ചിട്ട് അതിൽ നടപടി എടുത്തിട്ടാണ് KPCC അധ്യക്ഷൻ പറഞ്ഞത് ഇതൊരു വെൽ ഡ്രാഫ്റ്റഡ് പരാതിയാണ് എന്നത്. ആ പറയുന്നവർക്കൊപ്പമാണോ, പ്രതിപക്ഷ നേതാവ് പറയുന്നതിനൊപ്പമാണോ താങ്കൾ? അല്ല, ഞങ്ങള് നീതിയുടെ പക്ഷത്തും സത്യത്തിന്റെ പക്ഷത്തും അല്ലേ നമുക്ക് നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇത് ആരോപണങ്ങൾ വന്നിരിക്കുന്നു. ആരോപണങ്ങളെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി തെളിവെടുപ്പ് നടത്തുന്നു. ഇനി ഇതിന്റെ എല്ലാം വിചാരണ നടക്കേണ്ടതായിട്ടുണ്ട്. വിചാരണ നടക്കുമ്പോൾ, കാരണം the offense was committed in the year 2024, whether it was a consensus sex between two major persons. അതൊക്കെ ഇനി കോടതിയുടെ നിയമത്തിന്റെ ഭാഷയിൽ വരേണ്ട കാര്യങ്ങളാണ്. ഇതിനൊക്കെ വിചാരണ നടക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ രാഹുൽ ഈശ്വർ ഫേസ്ബുക്കിൽ ഇട്ട ന്യായീകരണമാണ് താങ്കൾ ഇപ്പോൾ പറയുന്നത്. രാഹുൽ ഈശ്വർ അറിയാലോ, രാഹുൽ ഈശ്വർ ഓരോ വിഷയത്തിലും സ്വീകരിക്കുന്ന സമീപനം എന്താണെന്ന്. ആ സമീപനത്തിന് സമാനമാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ. അല്ല, ഒന്നും ഞാൻ പറഞ്ഞില്ല. അല്ല, ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞല്ലോ. ഈ കേസ് ഇപ്പോൾ നിയമത്തിന്റെ പരിഗണനയിൽ ഇരിക്കുന്നതാണ്. ഇതിന്റെ വിചാരണ ഒരുപക്ഷെ ട്രയല് അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിൽ ഇട്ടുകൊണ്ട് തന്നെ ഇതിന്റെ ട്രയൽ നടക്കും. ആ ട്രയലിൽ അദ്ദേഹം കുറ്റക്കാരനാണ് എന്നാണ് കോടതി കാണുന്നതെങ്കിൽ അതിന്റെ ശിക്ഷ അദ്ദേഹം ഏറ്റുവാങ്ങട്ടെ എന്നുള്ളത് മാത്രമേ എനിക്ക് ആ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളൂ. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന പദം അത് പലപ്പോഴും നമ്മൾ ദുരുപയോഗം ചെയ്യുന്ന ഒരു പദമാണ് എങ്കിൽ പോലും ഞാനതിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ രീതിയിലുള്ള, അതായത് ഒരു രാഷ്ട്രീയത്തിന്റെ കളറിലോ അതല്ലെങ്കിൽ ഒരു MLA എന്നുള്ള പദവിയിലോ അതൊക്കെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ഒരാൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിശ്ചയമായും അത് അയാൾ ശിക്ഷിക്കപ്പെടും. ആ കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അപ്പോ അതിന്റെ നിയമത്തിന്റെ വഴികളിലേക്ക് പോകട്ടെ. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിക്കാരനല്ല. അദ്ദേഹം MLA ആയിട്ട് തുടരുന്നു. MLA ആയിട്ട് തുടരുന്ന ഒരാളെ MLA പദവിയിൽ നിന്ന് പുറത്താക്കാനായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് കഴിയത്തില്ല. നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പ് എന്താ പറഞ്ഞേ സംവിധാനങ്ങളിലൊന്നും അല്ലെങ്കിൽ ഇലക്ഷൻ നിയമങ്ങളിലൊന്നും അങ്ങനെ ഒരു വ്യവസ്ഥ ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ വിപ്പ് കൊടുക്കാൻ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു വിപ്പ് കൊടുക്കാം. പക്ഷേ രാജിവെക്കണം പലരും പറയുന്നത് കേട്ടു. നമുക്ക് അതിന്റെ രണ്ടാം ഘട്ടത്തിൽ, ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിൽ അതിലേക്ക് എത്താം. പാലക്കാട് ജനങ്ങളുടെ മേൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിച്ചതാണല്ലോ ഈ ഗിഫ്റ്റ്. നമുക്ക് അതിലേക്ക് രണ്ടാം ഘട്ടത്തിൽ എത്താം. ശ്രീ D സുരേഷ് കുമാർ, നോക്കൂ, ഇവിടെ വളരെ വേഗത്തിൽ ഒരു അറസ്റ്റിലേക്ക് ഈ കാര്യങ്ങൾ പോയിരിക്കുന്നുണ്ട്. പൊതുസമൂഹം, അതിജീവിതമാർ എല്ലാം ആഗ്രഹിക്കുന്ന ഒരു ഹാഫ് നീതി ഇപ്പോൾ കിട്ടി എന്ന തലത്തിലേക്ക് കേരള പോലീസ് ഉണർന്നു പ്രവർത്തിച്ചിരിക്കുന്നു. ആ വിധത്തിൽ കേരള പോലീസിനെ പ്രശംസ കൊണ്ട് മൂടുകയാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ, ഈ പെയ്ഡ് പോസ്റ്റുകൾ അല്ലാത്ത ഇടങ്ങളിലെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിന് പിന്നാലെ വരുന്നു മുഖ്യമന്ത്രി ഈ അതിജീവിതയുടെ പരാതി കേട്ട് നടപടിക്ക് പറഞ്ഞപ്പോഴാണ് ഇത്തരം ഊർജിതമായ ഒരു ശ്രമം ഉണ്ടായതെന്ന്. അല്ലെങ്കിൽ ആദ്യ 2 പരാതിയുടെ ഗതിയാകുമായിരുന്നോ ഇതിനും?
അല്ല, ഈ ചർച്ചയില് എന്റെ മറുപടി 2 ഘട്ടങ്ങളിലാക്കി എന്നെ പറയാൻ അനുവദിക്കണം. അതിലൊന്ന് ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ സേനാപതി വേണു ഇവിടെ പറഞ്ഞ ഒരു കാര്യമാണ്. അദ്ദേഹം തുടക്കത്തിൽ തന്നെ തന്റെ ഡിഫൻസ് വളരെ ഫലപ്രദമായി എടുത്തുപയോഗിച്ചിരിക്കുകയാണ്. കേവലം 2 വ്യക്തികൾ തമ്മിൽ, പ്രായപൂർത്തിയായ 2 ആളുകൾ തമ്മിൽ ഉഭയസമ്മത പ്രകാരം നടന്ന ലൈംഗിക ബന്ധമായി ഇതിനെ ചിത്രീകരിക്കാൻ ഒരു ഞാൻ പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞു. താങ്കൾ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇടയ്ക്ക് കയറി സംസാരിക്കട്ടെ. താങ്കൾ പറഞ്ഞ കാര്യമാണ്. അല്ലെങ്കിൽ ആങ്കർ നിഷേധിക്കട്ടെ. താങ്കൾ കോടതി തീരുമാനിക്കട്ടെ കുറ്റക്കാരനാണോ എന്ന് പറഞ്ഞതിലാണ് ഞാൻ അദ്ദേഹം പറഞ്ഞതിന്റെ ആകെ തുക ചുരുക്കുന്നത്. അല്ലല്ല, മേജറായ 2 ആളുകൾ എന്ന് പറഞ്ഞാൽ മുതിർന്ന 2 ആളുകൾ പരസ്പര സമ്മതപ്രകാരം, ഉഭയസമ്മതപ്രകാരം എന്ന വാക്ക് താങ്കൾ ഉപയോഗിച്ചതിനാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പ്രോംപ്റ്റ് ചെയ്തത്. ആണോ? സേനാപതി വ്യക്തത വരുത്തി പറ്റുള്ളൂ. നമുക്ക് ഒരുപാട് അതിഥികളുണ്ട്, അവരിലേക്ക് പോകണം. ആ അർത്ഥത്തിലാണ് താങ്കൾ ഉപയോഗിച്ചത്. ഞാൻ പറഞ്ഞത് രേണു അങ്ങനെ ഒരു സംഭവം കോടതി തീരുമാനിക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. പ്രായമായി കഴിഞ്ഞാൽ പിന്നെ നീതിയും നിയമമൊന്നും ബാധകമല്ലേ? അങ്ങനെങ്ങാനും ഉണ്ടോ? അഭിഭാഷകനാണല്ലോ താങ്കൾ. നിശ്ചിത പരിധിക്ക് ശേഷം പ്രായം വന്നാൽ പിന്നെ ഈ നാട്ടിലെ നിയമവ്യവസ്ഥ ബാധകമല്ലേ? ഞാൻ വളരെ സ്പെസിഫിക് ആയ കാര്യമല്ലേ പറഞ്ഞത്. അങ്ങനെയാണോ എന്നുള്ള കാര്യം, അതല്ല റേപ്പാണോ എന്നുള്ള കാര്യം, അത് നീതിപീഠം നിശ്ചയിക്കട്ടെ ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. സുരേഷ് കുമാർ, ഞാൻ ഇവിടെ PCR-ലെങ്ങാനും കമ്മ്യൂണിക്കേഷനിലായ സമയത്തായിരിക്കും എന്റെ പെട്ടിരുന്നുവെങ്കിൽ ഞാൻ ചോദിച്ചേനെ. അദ്ദേഹത്തിന് ഇപ്പോഴും ആ കാര്യത്തിൽ സംശയമുണ്ട്, ക്ഷമിക്കണം എന്നോട്. അല്ല, തീർച്ചയായും അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഞാൻ പ്രോംപ്റ്റ് ചെയ്തത്. അല്ലാതെ അദ്ദേഹം പറയാത്തൊരു കാര്യം അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വീണുപോയതാണെങ്കിൽ, ടങ് സ്ലിപ്പ് ആണെങ്കിൽ അത് അങ്ങനെ തന്നെ കണക്കിലെടുക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയുന്നതാണ്. ഇല്ല, അദ്ദേഹം തിരുത്തുന്നില്ല. അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഇതാണ് കേരളത്തിലെ കോൺഗ്രസ്. ഇതാണ് ഇതിനപ്പുറം ഒരു ഉദാഹരണം എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയില്ല. ഒരു പ്രണയ തകർച്ചയുമൊക്കെ സ്വാഭാവികമായും മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അത് ആരുടെ ജീവിതത്തിൽ വേണമെങ്കിലും ഉണ്ടാകാം. ഞാൻ ഒരു കാര്യം തുടക്കത്തിലെ തന്നെ പറയട്ടെ. ഇത്തരമൊരു ചർച്ച ഒരു രാഷ്ട്രീയ പ്ലാറ്റ്ഫോമിൽ, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് നടത്തേണ്ടി വരുന്നത് കേരളത്തിലെ പൊതുസമൂഹം രാഷ്ട്രീയത്തെ വെറുക്കുന്നതിന് വേണ്ടി ഉപകരിക്കും എന്നാണ് എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത്. നിങ്ങൾക്ക് ഇത്തരം ആളുകളെ, ഇത്തരം സൈക്കോപാത്തുകളെ, നിങ്ങളെ കൂടിയ ആളുകളെ കണ്ടെത്തി നിങ്ങൾക്ക് അവരെ കൈകാര്യം ചെയ്യാൻ കഴിയാതെ പോയതിനുള്ള വീഴ്ചയാണ് ഇവിടെ രാഷ്ട്രീയ പാർട്ടികളെ പൊതുവിൽ അവരുടെ മൂല്യ ശോഷണത്തിലേക്ക് ബാധിക്കുന്ന നിലയിലേക്ക് എത്തിച്ചേർത്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹം ഒരു വേറിട്ട കക്ഷിയാണ്. ഇദ്ദേഹം ഒരു സൈക്കോപാത്താണ്. പറയുന്നതിനുള്ള കാരണം, ഒന്നോ ഒന്നിൽ കൂടുതലോ ബന്ധങ്ങൾ ചിലപ്പോൾ മനുഷ്യർക്ക് ഉണ്ടാകാം, അത് മനുഷ്യ സഹജമാണ്. പക്ഷെ പെൺകുട്ടികളെ നിർബന്ധിച്ച് വശീകരിച്ച് അവരിൽ നിന്നും തനിക്കൊരു കുഞ്ഞിനെ കാണണം, ഒരു കുഞ്ഞിനെ പ്രസവിച്ചെടുക്കണം, അല്ലെങ്കിൽ ഒരു കുഞ്ഞിന്റെ അച്ഛനാകണമെന്ന ആഗ്രഹം അങ്ങോട്ട് പ്രകടിപ്പിച്ച് അവരെ വശംവദയാക്കി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ആ കുഞ്ഞിനെ ഭ്രൂണത്തിൽ വെച്ച് തന്നെ കൊല്ലുക എന്നത് യാദൃച്ഛികമായി സംഭവിച്ച ഒരു കാര്യമല്ല. അതാണ് ഇവിടെ പ്രസക്തമായ ഭാഗം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.